വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. മർത്തായും മറിയവും. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരിയുണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാവട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്നു പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ദൈവവചനം ശ്രവിക്കുന്നതിന് മനുഷ്യനിൽ ഉണ്ടാകേണ്ട ത്വര. യേശു തന്റെ പതിവുള്ള സഞ്ചാര പര്യടന വേളയിൽ ഒരിക്കൽ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നു എന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ വിശുദ്ധ ലൂക്ക നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. ആ ഗ്രാമത്തിൽ അവർക്ക് പരിചയമുണ്ടായിരുന്ന ഒരു ഭവനത്തിലേക്ക് യേശു കയറി ചെല്ലുന്നു. ആ ഭവനത്തിലെ 2 അംഗങ്ങളെ പറ്റി മാത്രമേ സുവിശേഷകൻ നമ്മോട് പറയുന്നുള്ളൂ. 2 സഹോദരിമാർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അത്. ആ സഹോദരിമാരെ മുമ്പ് യേശുവിനും ശിഷ്യന്മാർക്കും പരിചയമുണ്ടായിരുന്നത് കൊണ്ടും കൂടെ ആകാം ആ സമയത്ത് ആ ഭവനത്തിലേക്ക് യേശു സന്ദർശിക്കാൻ വേണ്ടി കടന്നു ചെന്നത്. വലിയ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ആ സഹോദരിമാർ യേശുവിനെയും ശിഷ്യന്മാരെയും എതിരേറ്റത്. ആതിഥേയ മര്യാദകളൊക്കെ കഴിഞ്ഞതിന് ശേഷം യേശു ആ ഭവനത്തിൽ ഒരിടത്ത് സ്വസ്ഥമായിരിക്കുന്നു. യേശുവിന്റെ പാദാന്തികത്തിൽ തന്നെ സഹോദരിമാരിൽ ഒരുവളായ മറിയം യേശുവിനെ ശ്രവിക്കുന്നതിന് കൂടുതൽ ഉത്സാഹം കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനിടവരുന്നു. യേശുവിൽ നിന്ന് നിർഗളിക്കുന്ന നിത്യസനാതനമായ സത്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഔത്സുക്യമായിരിക്കാം മറിയത്തെ അതിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ മറ്റു സഹോദരിയായ മർത്ത യേശുവിന് ഒരു ഭക്ഷണം കൊടുക്കുക, അതിനുവേണ്ടിയുള്ള വിഭവങ്ങൾ സജ്ജീകരിക്കുന്ന പ്രക്രിയയിലായിരിക്കാം ഒരുപക്ഷെ ഏർപ്പെട്ടിരുന്നത്. പലതരത്തിലും ആകുലചിത്തയും ബദ്ധപ്പാടും കാണിക്കുന്നു ആ സഹോദരി. തന്റെ പണികൾ വേണ്ട വിധത്തിൽ മുന്നോട്ടു പോകുന്നില്ല, യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം പാകം ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള ആകുലചിന്തയായിരിക്കാം ഒരുപക്ഷെ സഹോദരിയായ മർത്തായെ യേശുവിന്റെ അടുക്കൽ വന്ന് പറയാൻ പ്രേരിപ്പിച്ചത്. തന്റെ സഹോദരിയായ മറിയത്തെ തന്റെ കൂടെ സഹായത്തിനായിട്ട് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിക്കാൻ യേശുവിനോടാണ് മർത്ത അപേക്ഷിക്കുന്നത്. യേശു മർത്തയുടെ അപേക്ഷയ്ക്ക് ഉത്തരമെന്ന രീതിയിൽ പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ശ്രദ്ധാവിഷയം. യേശു തന്റെ വചനങ്ങൾ ശ്രവിക്കാൻ വേണ്ടി സമയവും ആരോഗ്യവും ചെലവഴിച്ച മറിയത്തെ ന്യായീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് മർത്തായോട് പറയുന്നു, മർത്ത, നിന്റെ സഹോദരിയായിട്ടുള്ള മറിയം ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ജീവിതത്തിൽ കൂടുതൽ ഉപകാരപ്രദമാകുക എന്നെ ശ്രമിക്കുന്നതായിരിക്കും എന്നുള്ള ധാരണയായിരിക്കാം അവളെ അതിന് പ്രേരിപ്പിച്ചത്. സത്യത്തിൽ പറഞ്ഞാൽ അവള് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. യേശുവിന്റെ മൂല്യബോധം അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. യേശുവിന് ഭക്ഷണവോ സദ്യയോ ഒന്നും അല്ല കാര്യമായിട്ടുള്ളത് എന്ന ആശയം വ്യക്തമാക്കുകയാണ് അവിടെ. എന്നിട്ട് ഒരു ഉപദേശം എന്ന രീതിയിൽ മർത്തായോട് പറയുന്നു യേശു, ഒരു കാര്യമാണ് ജീവിതത്തിൽ പ്രാധാന്യമേറിയത്. ജീവിതത്തിന്റെ അടിസ്ഥാനവും ആധാരവുമാകേണ്ട ദൈവത്തിന്റെ വചനങ്ങൾ ശ്രവിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. മർത്ത, നീ ഒരു വേള എന്റേതായിട്ടുള്ള വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ എനിക്ക് ഇടവന്നു എന്ന് വരികിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പൊ അനുഭവപ്പെടുന്ന ആകുല ചിന്തകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപക്ഷെ നിനക്ക് ഒഴിവാക്കാമായിരുന്നു.
യഥാർത്ഥത്തിൽ മൂല്യബോധത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ സാധിക്കണം മർത്ത എന്ന രീതിയിലാണ് യേശു അവിടെ സംസാരിക്കുന്നത്. ഉണ്ടായ സാഹചര്യം സ്പഷ്ടമായ രീതിയിൽ നമുക്ക് ലഭ്യമല്ലാതിരിക്കുന്നത് കൊണ്ട് യേശു മറ്റ് പ്രധാനപ്പെട്ട എന്തെങ്കിലും സന്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അജ്ഞാതമാണ്. എങ്കിലും യേശുവിന്റെ മൂല്യബോധമനുസരിച്ച് നാം ഗ്രഹിച്ചെടുക്കേണ്ടത് ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ആകുല ചിന്തകൾ ഒഴിവാക്കാനും വെപ്രാള പ്രകൃതി മാറ്റാനും സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ ഇടവരും എന്നൊരു സന്ദേശം യേശു നൽകുന്നത് നമുക്കും സ്വീകാര്യമായിട്ട് കരുതാം.